ഇന്ന് ഞാൻ എൻ്റെ പുലാസാനെ കുറിച്ചാണ് പറയണത്. ഞാനിത് നട്ടിട്ട് 10 വർഷത്തിൽ മുകളിലായി. നട്ട് 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേന് 3-ാം വർഷം മുതൽ പൂക്കാൻ തുടങ്ങിയെങ്കിലും 2 വർഷത്തെ പൂവേ പടി തന്നെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നെ ഉണ്ടായ 2 പ്രാവശ്യത്തെ കായും ചെറുതായിട്ട് പിടിച്ചു വന്നെങ്കിലും അതും കൊഴിഞ്ഞു പോയി. പിന്നെ 2 വർഷം ഉണ്ടായത് മൊത്തം പേട്ടുകായായിരുന്നു. അധികം ഉണ്ടായില്ല, എങ്കിലും നമ്മളത് തൊലി കളഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് നല്ല കാ കിട്ടാറുണ്ട്. ലാസ്റ്റ് 2 വർഷമായിട്ട് ഇപ്പോൾ നല്ല കാ കിട്ടാറുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെയോ കുറവുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ട് അതിൻ്റെ വളം പോരാത്ത പൊട്ടാഷ്യമൊക്കെ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. കൂടുതലും ജൈവവളം തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം നന്നായിട്ട് പൂ കുത്തിയിട്ടുണ്ട്. ഇത് റംബുട്ടാൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. റംബുട്ടാനോട് ഏകദേശം ഒരു സാമ്യമുണ്ട് എല്ലാം, ഇലയ്ക്കും ഒക്കെ. പക്ഷേ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. റെഡ് റംബുട്ടാൻ്റെയൊക്കെ അത്രയൊക്കെ, അത് മഞ്ഞ റംബുട്ടാനും ഉണ്ട് എനിക്ക്, പക്ഷെ അത്രയും ടേസ്റ്റ് വരില്ല ഇതിന്. മഞ്ഞ റംബുട്ടാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ റംബുട്ടാൻ്റെ കായ്ക്ക് ഒരു ചവർപ്പുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ ആ കുരു കഴിക്കാൻ പറ്റും. ഏതാണ്ട് ബദാം പരിപ്പിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ കുരുവിനും. ഇത് ഞാൻ ബഡ് ചെയ്ത തയ്യാണ് വാങ്ങിച്ചു വച്ചത്. റംബുട്ടാൻ പോലെ കത്തിയൊന്നും വേണ്ട, നമുക്ക് ഈ കുപ്പിയുടെ അടപ്പ് തിരിക്കണ മാതിരി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് പൊട്ടി വരുന്നതാണ്. ഞാനിത് പൂക്കുമോ എന്തോന്ന് അറിയാൻ വേണ്ടി നന കുറച്ചേക്കുമായിരുന്നു. കാരണം ഒത്തിരി നന കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും തളിർക്കാനാണ് നോക്കുകയുള്ളൂ. ഇപ്പോൾ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ലോണം നനച്ചും കൊടുത്തു. പച്ച ചാണാൻ അതിൻ്റെ ചുറ്റും കലക്കി ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. പിന്നെ അധികം കേടൊന്നും പറ്റാത്ത ഒരു മരമായിട്ട് എനിക്ക് തോന്നിയേക്കണം. വലിയ കെയറിങ് ഒന്നും വേണ്ട, നനച്ചു കൊടുക്കണം. അല്ലാതെ പെട്ടെന്ന് അതിൻ്റെ അകത്ത് അണുബാധ ഏൽക്കണ സൈസോ അങ്ങനെയൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല. ഇതാണ് എൻ്റെ പൂ, കണ്ടോ, വരണതേ ഉള്ളൂ. പിന്നെ ഇത് ഇത്ര വർഷമായെങ്കിലും റംബുട്ടാൻ്റെ അത്രയും അങ്ങോട്ട് തഴച്ച് വളരണില്ല. ഒരു ചട്ടിയിലാണെങ്കിലും നമുക്കിത് ഡ്രമ്മിലാണെങ്കിലും നട്ടാലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു റംബുട്ടാനെ അപേക്ഷിച്ച്. റംബുട്ടാനെ അതിൻ്റെ ഒക്കെ ഒപ്പം വാങ്ങിച്ച് നട്ടാണെങ്കിലും റംബുട്ടാൻ നല്ല വണ്ണമായിട്ടുണ്ട് അതിൻ്റെ തടിക്കൊക്കെ. പക്ഷെ ഇത് അത്രയും അങ്ങനെ ആയിട്ടില്ല. ഇപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ ഇണങ്ങുന്ന മരമാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് വീട്ടിലൊരു അത്യാവശ്യം ഒരു 10 ഇനത്തിൽ ഫ്രൂട്ട്സ് പ്ലാന്റിൽ പെടുത്താൻ പറ്റിയ ഒരു മരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഗാർഡനിൽ തന്നെയാണ് ഇത് ഞാൻ നട്ടിരിക്കുന്നത്.